പലർക്കും അന്യഭാഷ പറയാൻ ഇഷ്ടമല്ല. No, there are a lot of people who doesn't like to speak in tongues. ഈ മോഡേൺ യുഗത്തിൽ ആർക്കും അന്യഭാഷ പറയാൻ താല്പര്യമില്ല. In this modern era, a lot of people do not like to speak in tongues. അന്യഭാഷ പറയുന്നത് ദൈവം കൂടെ ഉണ്ടെന്നതിന്റെ അടയാളമാണ്. It is a sign. The speaking in tongues is a sign that God is with us. ഞാൻ അന്യഭാഷ പറയുന്നതിന്റെ കാരണം, If the reason why I am speaking in tongue is കർത്താവിന്റെ കൂടെ ഉണ്ട്. because Lord is with me. അല്ലെങ്കിൽ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ Those who speak in tongues മനുഷ്യനോടല്ല, is not speaking to man. ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. He is speaking to God. ഹല്ലേലൂയ. Hallelujah. മനസ്സിലായവരാമേൻ പറഞ്ഞേ. അടയാളം, ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് എന്റെ അടയാളം, Sign. It's a sign that God is with me. എത്ര പേര് വിശ്വസിക്കുന്നു? How many of you believe? 2025 ഇങ്ങനെയുള്ള അടയാളങ്ങൾ സഭയിൽ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി പറഞ്ഞേ. Let's clap your hands, those who believe that in 2015 these kind of signs will be happening in our church. ഹല്ലേലൂയ. 20ാമത്തെ അവർ എല്ലാവരും കർത്താവ് അവരോട് പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്ത് ഉറപ്പിച്ചു, സഭയെ ഉറപ്പിച്ചു. Verse 20 says, and they went out and preached everywhere while the Lord worked with them and confirmed that the word by the signs that followed. ഹല്ലേലൂയ. ദൈവം അടയാളങ്ങളുടെ ദൈവമാണ്. God is a God of signs. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന്റെ പ്രവാചകൻ ഒരു അടയാളമാണ്. The prophet of God is a sign of God. എല്ലാ കൃപാവര ശുശ്രൂഷകരും ദൈവത്തിന്റെ അടയാളമാണ്. All gifts from God are the signs of God. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ദൈവത്തിന്റെ അടയാളങ്ങളാണ്. We all are signs of God. ഹല്ലേലൂയ. Praise God. ആകാശത്തിൽ ദൈവത്തിന്റെ അടയാളം കാണാൻ കഴിയും. We can see the sign of God in the sky. ഭൂമിയിൽ ദൈവത്തിന്റെ അടയാളം കാണാൻ കഴിയും. We can see God's sign on the earth. സമുദ്രത്തിൽ ദൈവത്തിന്റെ അടയാളം കാണാൻ കഴിയും. We can see God's sign on ocean. സകല മനുഷ്യരുടെ ഇടയിലും ദൈവത്തിന്റെ അടയാളങ്ങളെ കാണാൻ കഴിയും. We can see God's sign amongst all the people. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രധാനപ്പെട്ട 4 വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. In Genesis we can see 4 important people. Adam, ഹാനോക്ക്, Enoch, Abraham, Noah. ഞാൻ ഇതിലെ നോഹയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. Today I'm going to speak about Noah. നോഹ ദൈവത്തിന്റെ അടയാളമായിരുന്നു. Noah was a sign of God. ഹല്ലേലൂയ. Hallelujah. നോഹ എന്ന വാക്കിന്റെ അർത്ഥം, the meaning of Noah is God's time. God's time. എന്താണ് നോഹ എന്ന വാക്കിന്റെ അർത്ഥം? What is the meaning of Noah, the word Noah? God's time. God's time. ദൈവത്തിന്റെ സമയം. God's time. എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. There is an appointed time for everything. കരങ്ങളെ അടിച്ചു പറഞ്ഞാട്ടെ. Let's clap our hands and say, ദൈവത്തിന്റെ സമയത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കും. In God's time you will receive a job. എന്റെ സമയത്തല്ല ജോലി എനിക്ക് കിട്ടുന്നത്. You will not receive a job in your time. ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയത്തിൽ എനിക്ക് ജോലി ദൈവം തരും. In God's time God will give you a job. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. Let's clap our hands and praise God. നോഹ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ സമയം. The meaning of the word Noah is God's time. ഹല്ലേലൂയ. ആദ്യ സഭയെ ദൈവം വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്നത് കാണാൻ കഴിയും. We can see that the God sanctifies the early church, the ancient church, with water. നോഹയുടെ കാലത്ത്, in the era of Noah, ദൈവം ഭൂമിയെ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുകയാണ്. God cleanses and sanctifies earth with water. അപ്പോൾ എന്താണ് വെള്ളം ശുദ്ധീകരണത്തിനെ കാണിക്കുന്നു? Water shows it's a sign of sanctification. പ്രവചനം 47-ാം അധ്യായം വരുമ്പോൾ Ezekiel chapter 47 says, ദൈവം വെള്ളം കൊണ്ട് സഭയെ അഭിഷേകം ചെയ്യുന്നത് കാണാൻ കഴിയും. God is anointing church with water. ഹല്ലേലൂയ. പുതിയ നിയമസഭയിൽ വരുമ്പോൾ the churches in New Testament, ഹല്ലേലൂയ, ദൈവം സഭയെ തീ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് കാണാൻ കഴിയും. we can see that God is anointing church with fire. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ സഭയുടെ അടയാളം വെള്ളമായിരുന്നു എങ്കിൽ, if the sign of the churches in Old Testament was water, പുതിയ നിയമത്തിലെ സഭ ഫയറാണ്. in New Testament it is fire. ഹല്ലേലൂയ. മനസ്സിലായവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Praise God if those who are understanding. ഹല്ലേലൂയ.